മാം, ഒരു പോലീസ് ഓഫീസറെ നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നടപടികളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ഒരു പോലീസ് ഓഫീസർ നമ്മളെ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ മെഡിക്കൽ രേഖപ്പെടുത്തണം. അതിനായി നമ്മുടെ തൊട്ടടുത്തുള്ള താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ഡോക്ടറെ കാണുക, MLAC കേസായിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യ നടപടിക്രമം എന്ന് പറയുന്നത്. സംഭവം നടന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി രേഖപ്പെടുത്തണം. ഏത് സമയം, തീയതി, സംഭവ സ്ഥലം, ഏത് പോലീസുകാരനാണ് നമ്മളെ ഉപദ്രവിച്ചത്, അദ്ദേഹത്തിൻ്റെ ബാഡ്ജ് നമ്പർ ഉണ്ടെങ്കിൽ ബാഡ്ജ് നമ്പർ, സ്റ്റേഷൻ പരിധി ഏതാന്ന് അറിഞ്ഞാൽ അത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എഴുതി സൂക്ഷിച്ചു വെക്കുക. മൂന്നാമതായി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുന്നാകെ നമുക്ക് നേരിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതാണ്. നമ്മുടെ BNS പ്രകാരം മജിസ്ട്രേറ്റ് കോടതിക്ക് നേരിട്ട് കേസ് എടുക്കാനുള്ള പവറുണ്ട്. അടുത്തതായി പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതാണ്. പോലീസിന്മേലുള്ള ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് അന്വേഷിക്കുന്ന സ്വതന്ത്രമായിട്ടുള്ള ഒരു ഏജൻസിയാണ് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി. അടുത്തതായിട്ട് നമുക്ക് മനുഷ്യാവകാശ കമ്മീഷനിലും കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലെല്ലാം പോലീസ് അതിക്രമങ്ങൾക്കെതിരായിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും. പോലീസ് അതിക്രമങ്ങളെല്ലാം തന്നെ മനുഷ്യാവകാശ ലംഘനമായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഹയർ ഒഫീഷ്യൽസ് ആയ SP നേരിട്ട് കംപ്ലൈൻറ്റ് കൊടുത്ത് റെസിപ്റ്റ് വാങ്ങിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു പോലീസിൽ നിന്നും അതിക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം.